ഓയ്യോ നെയിം കേട്ട് കഴിഞ്ഞാൽ മറ്റേ നാസയില് നാളെ പ്രസന്റ് ചെയ്യാൻ പോവാ നമ്മള്. പക്ഷെ സംഭവം എന്തോ മോട്ടോർ ഇറങ്ങി LED എത്തിക്കുക. ചില വണ്ടികളിൽ സിലിണ്ടറിന്റെ ടേൺ ഓഫ് ചെയ്യും. ഇപ്പം 4 സിലിണ്ടർ ആണെങ്കിൽ 4 സിലിണ്ടറിലും ഓടൂല. പിറ്റിന്റെ സൈഡിൽ നിന്നോണ്ട് എന്തെങ്കിലും പണിയാണെങ്കിൽ അപ്പം പെട്ടെന്ന് ഊരി കളഞ്ഞിട്ട് അടുത്ത സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റണം. പാരലൽ ഹൈബ്രിഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പെട്രോൾ എഞ്ചിനും പെട്രോൾ ഓർ ഡീസലിന് ഞാൻ അത്രയും ഹൈബ്രിഡ്സ് കണ്ടിട്ടില്ല. ബട്ട് എനിവേ വിച്ച് എവർ എഞ്ചിൻ, അതായത് ഇപ്പൊ നമ്മുടെ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ആ എഞ്ചിനും നമ്മുടെ ഇലക്ട്രിക് മോട്ടറും they are working together to power the locomotive. ഈ പറഞ്ഞ locomotive അല്ല, ഈ vehicle. in a series hybrid electric motor എഞ്ചിനിൽ നിന്ന് പവർ ഡ്രോ ചെയ്യും, എന്നിട്ട് ഇലക്ട്രിക് മോട്ടർ വീലിലേക്ക് പവർ കൊടുക്കും. അതായത് ഇലക്ട്രിക് മോട്ടർ മാത്രമായിരിക്കും വീലിലേക്ക് പവർ കൊടുക്കുന്നത് ഒരു പെർഫെക്റ്റ്ലി സീരീസ് ഹൈബ്രിഡിൽ. ഗ്രാൻഡ് വിറ്റാര sometimes parallel, sometimes series. സീരീസ് പാരലൽ. വീലിനെ ഓട്ടിക്കുന്ന സമയത്തെല്ലാം ബാറ്ററി ഫുള്ളി ചാർജ്ഡ് അല്ലെങ്കിൽ ജനറേറ്ററിനും കൂടെ ഓട്ടിക്കും. ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആണെങ്കിൽ പിന്നെ അത് വീലിലോട്ട് കൊടുക്കും. And Maruti is a company which functions, but it does not aspire that much. Aspire ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ like they don't want to be bigger na. It's not that. See, ipo Swift തന്നെ initial Swifts were more Swifty. Right, they were heavier, heavier, more powerful, and they felt more fun to drive. Definitely. Right. And Maruti ipo water down ചെയ്തുകൊണ്ടിരിക്കുകയാണ്, and they are thinking more for the family consumer. അവർ എല്ലാ കാറിനെയും ഫാമിലി കാർ ആക്കാണ്. ഫോർ എക്സാമ്പിൾ Baleno is a family car, and Maruti's other car Brezza, that's a family car. Ciaz, that's a family car. Fronx has a 1.2 version. It has a 1 liter turbo and a 1.2 liter NA engine. That's a family car. And Swift, can you guess? It's a family car now. Everything has boiled down to a less marketing. Marketing, and they're catering to a family audience alle. Family audience. Maybe more. they did അതായത് ഈ കമ്പനീസ് അല്ലേ, അവരെന്താണ് മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞൊരു അസസ്മെന്റ് നടത്തും ചില സമയത്ത്. അങ്ങനെ ഒരു അസസ്മെന്റ് മാരുതി നടത്തിയെങ്കിൽ അവർക്ക് തീർച്ചയായും അവരൊരു ഫാമിലി കാർ ആണെന്ന് തന്നെ മനസ്സിലാവുള്ളൂ. കാരണം പീപ്പിൾ വ്യൂ ഇറ്റ് ആസ് എ ഫാമിലി കാർ മാനുഫാക്ചറർ. കാരണം അവരുടെ കുട്ടിക്കാലം തൊട്ട് അവർ കണ്ടു വളർന്ന മാരുതികളെല്ലാം ഫാമിലി കാറായിരുന്നു. ഇനി അവൻ ഒരു വലിയ റോഡ്സ്റ്ററും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവനെ അക്സെപ്റ്റ് ചെയ്യൂല ആൾക്കാർ. മനസ്സിലായി. അതുകൊണ്ട് മേ ബി ദേ ഡിഡ് ദ റൈറ്റ് തിങ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലല്ല. അതായത് നമുക്കിപ്പോൾ ഒരു സ്പോർട്ടി കാർ വേണമെങ്കിൽ വി മൈറ്റ് ഗോ ഫോർ എ Hyundai, I mean smaller car, Hyundai, and if അല്ലെങ്കിൽ Volkswagen, and ഒരു മതിലിടിച്ച് പൊളിക്കണമെങ്കിൽ we might buy a Mahindra. And for a family മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി. And ഇത് ഞാൻ പറഞ്ഞല്ല, it's from a channel which I hold close to my heart. It's another channel. The channel is called Talking Cars. ഞാൻ കാറുകളെ പറ്റി അധികം കാണാറോ കേൾക്കാറോ അധികം ഓടിക്കാറോ പോലും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കാറുകളിൽ എനിക്കൊരു റിന്യൂഡ് ഇൻട്രസ്റ്റ് വന്നത്. എന്നുവെച്ചാൽ ഞാൻ ആദ്യം ഓടിച്ചു തുടങ്ങുന്ന കാർ തന്നെയാണ് ബൈക്കിനൊക്കെ മുമ്പേ. പക്ഷെ ബൈക്ക് ഓടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് കാറുകളുടെ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയായിരുന്നു. എന്നുവെച്ചാൽ ഹാസിൽ ടു പാർക്ക്, ഹാസിൽ ടു ഡ്രൈവ് എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക്. പക്ഷെ നൗ റീസെന്റ് ഐ എം അപ്രീഷിയേറ്റിംഗ് ദ കംഫർട്ട് ഓഫ് ഇറ്റ് മോർ. ആ ഒരു റിലാക്സേഷന്റെ ഒരു ആസ്പെക്ട് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങുന്നത്. See, we don't need to explain to anyone why we find something comforting or something useful or utilitarian. പണ്ടൊക്കെ പമ്പിനകത്ത് ഫോൺ ഉണ്ടാകാൻ പറ്റത്തില്ലായിരുന്നു. റേഡിയേഷൻ പൊട്ടിത്തെറി. ഞാൻ അതിനെപ്പറ്റി കുറച്ച് വായിച്ചായിരുന്നേ കുറച്ചു നേരം മുമ്പേ. അതായത് പമ്പിനകത്ത് നമ്മള് മൊബൈൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുവോ? ശരിക്കും അത് it is likely, it is possible but not likely. Possible maybe from the battery, not from battery അല്ല, റേഡിയേഷൻ തന്നെ. റേഡിയേഷന്റെ ചില വികിരണങ്ങൾ ചില സമയത്ത് പെട്രോളിനെ ഇഗ്നൈറ്റ് ചെയ്ത ഇൻസ്റ്റൻസസ് ഉണ്ട്. My take on this is that
നമ്മൾ പണ്ട് ലാൻഡ് ഫോൺ യൂസ് ചെയ്തോണ്ടിരുന്നപ്പോ മിന്നൽ വരുമെന്ന് പറയുന്നത് പോലെ ആക്ച്വലി ലാൻഡ് ഫോൺ ഉപയോഗിക്കുമ്പോൾ മിന്നൽ ഒന്നുകൂടി അതല്ല, ലാൻഡ് ഫോൺ യൂസ് ചെയ്തോണ്ടിരുന്നപ്പോ മിന്നൽ വരുമായിരുന്നു. ആൻഡ് ദെൻ വി സ്വിച്ച് ടു മൊബൈൽ ഫോൺസ് ആൻഡ് ദെൻ ദിസ് മിന്നൽ ക്യാരിഡ് ഓവർ. അതെ അതെ അതെ, കോളിന്റെ കൂടെ മിന്നലും വരും. അതെ, കോൾ വരുന്ന എന്തിലും മിന്നലും അപ്പോ അങ്ങനെ അപ്പോ സോ ദെൻ വി ഗോട്ട് ദി ഐഡിയ ദാറ്റ് ഫോൺസ് ആർ കൈൻഡ് ഓഫ് എന്തോ മിന്നൽ കോൺഡ്യൂട്ട്സ്. അതെ, മിന്നൽ കോൺഡ്യൂട്ട്സ്. അങ്ങനെയൊക്കെയാണ് ഈ പെട്രോൾ പമ്പ് മൊബൈൽ ഫോൺ എന്നൊക്കെയാണ് എന്റെ ഒരു ഇത്. പക്ഷേ പഴയ ഫ്രീക്വൻസി, പഴയ ടൈപ്പ് ഫ്രീക്വൻസികളും ഒക്കെ ആയിരുന്നിരിക്കാം പ്രശ്നക്കാര്. ഇപ്പോഴുള്ള ഒരു ഫ്രീക്വൻസിയിലും പ്രശ്നമില്ലായിരിക്കും. ഇല്ലായിരിക്കും. ഹൗ ഡസ് ഹൈബ്രിഡ് ഇൻക്രീസ് ഫ്യൂൽ എഫിഷ്യൻസി? അതായത് നിങ്ങൾ അഡീഷണൽ ഒരു സിസ്റ്റം കയറ്റുകയാണ്, ആൻഡ് ആസ് ലോങ് ആസ് ദർ ഇസ് നോ പെർപെച്വൽ മോഷൻ ടെക്നോളജി, you are anyway taking energy from somewhere and delivering it to the wheels. Appo how then are you making petrol cars more efficient by adding a motor ennulladu oru question aanu. Increasing weight, but increasing complexity, increasing number of components, but still getting more fuel efficiency. Adoru I mean, I think that's a good question to answer. Okay, yeah, why does hybrid increase fuel efficiency? Adinu main karanam ennu vechi കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ മെയിൻ 2 കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് പെട്രോൾ എൻജിൻസ് ആർ എഫിഷ്യന്റ് ഓവർ എ വെരി സ്മോൾ ബാൻഡ്. ബാക്കി അതിന് താഴെയും മേളിലും എല്ലാം എൻജിൻസ് വളരെ എഫിഷ്യൻസി കുറഞ്ഞാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന നമ്മൾ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഐഡിൽ ചെയ്യുന്ന സമയത്ത് ഒക്കെ യു ആർ സ്പെൻഡിങ് പെട്രോൾ ഫോർ നോ റീസൺ. അവിടെയാണ് നമ്മുടെ പെട്രോൾ ഈ ഹൈബ്രിഡ് മോട്ടർ സ്കോർ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിക് മോട്ടർ ഉപയോഗിക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് മോട്ടർ വിത്ത് റീജനറേഷൻ, ഇലക്ട്രിക് മോട്ടർ നേരത്തെ വണ്ടി ബ്രേക്ക് ചെയ്തപ്പോൾ ഉള്ള പവറിനെ ജനറേറ്റ് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇനി ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ നിന്ന് പാർഷ്യലി ലോഡ് എടുത്ത് മാറ്റും. അപ്പം എഞ്ചിൻ വീണ്ടും ആ എഫിഷ്യന്റ് ആയിട്ടുള്ള ആ നാരോ ആയിട്ടുള്ള ബാൻഡിൽ കയറും. ഓക്കെ, ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്നത് ബേസിക്കലി നല്ല രസമല്ലേ? കൊച്ചു വണ്ടി പ്രതീക്ഷിക്കുന്നത് ഹാൻഡ്ലിംഗ് നല്ലതാണ്. എനിക്ക് ആ 3 സിലിണ്ടറിന്റെ സൗണ്ട് ഞാൻ പറഞ്ഞില്ല, ഇറ്റ്സ് ബെറ്റർ ദാൻ ദ 4 സിലിണ്ടർ. കമ്മിങ് ബാക്ക്, സോ ഗോപി പറഞ്ഞോണ്ടിരുന്നത് എഞ്ചിൻ ഓപ്പറേറ്റ്സ് എഫിഷ്യന്റ്ലി ഇൻ എ വെരി സ്മോൾ ബാൻഡ്. അതെ, ആ ബാൻഡിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഹൈബ്രിഡ് ടെക്നോളജി മൊത്തം. അത് ഐഡ്ലിംഗിലാണെങ്കിലും അത് ആക്സിലറേറ്റിംഗ് സമയത്താണെങ്കിലും എപ്പോഴും എഞ്ചിന്റെ പീക്ക് എഫിഷ്യൻസി ലെവലിൽ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ഗ്രാൻഡ് വിറ്റാരൊക്കെ ആണെങ്കിൽ ചെറിയ സ്പീഡ്സിലൊക്കെ പെട്രോൾ എഞ്ചിൻ വെറും പോക്കാണ് അതിന്റെ എഫിഷ്യൻസി. ആ സ്പീഡിലൊക്കെ ഇലക്ട്രിക് മോട്ടോർ ടേക്സ് ഓവർ കംപ്ലീറ്റ്ലി. വണ്ടി ക്രീപ്പ് ചെയ്ത് 10 കിലോമീറ്റർ പെർ അവർ സ്പീഡ് എത്തുന്നവരെ ഇലക്ട്രിക് മോട്ടോർ തന്നെ ഉള്ളൂ ഓടിക്കാനായിട്ട്. ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റിൽ ഇതുപോലെ സീരീസ് ഹൈബ്രിഡിനെ പറ്റി ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. സ്കൂട്ടറുകളിൽ അന്നൊക്കെ സീരീസ് ഹൈബ്രിഡ് ആണെന്ന് പോലും അറിഞ്ഞൂടാ. പിന്നെ അന്ന് ടെക്നിക്കൽ നോളജ് എന്ന് പറയുന്നത് വളരെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം ടെക്നിക്കൽ നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ പ്രാക്ടിക്കൽ നോളജ് ഇല്ലായിരുന്നു. ഇപ്പോഴും ഉണ്ടോ? ഫൈനൽ ഇയർ പ്രോജക്ട്സ് ഒക്കെ ഫ്രം ദ നെയിംസ് ദേർ നെയിം കേട്ട് കഴിഞ്ഞാൽ മറ്റേ നാസയില് നാളെ പ്രസന്റ് ചെയ്യാൻ പോവാ നമ്മള്. പക്ഷെ സംഭവം എന്തോ മോട്ടോർ ഇറങ്ങി മാരുതിയുടെ എയിം എത്രയാണെന്നറിയോ വിത്ത് സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം? Can you guess? Aim in what? Aim in fuel efficiency, FE. Fuel efficiency with a series engine? Yeah. I think they should at least try for a 50 kilometers per liter. അവർ ട്രൈ ചെയ്യണം, എന്നാലേ ആ സീരീസിന് അവർ അത് ജസ്റ്റിഫൈഡ് ആവുള്ളൂ. സീരീസ് ഹൈബ്രിഡ് currently they are planning a 35 kmpl system. 35 kmpl. 35 kmpl is a good target to achieve. Yeah. ഇതിന്റെ ആപ്പ് ഡ്രോറിന്ന് ആപ്പ് വരുന്ന സമയത്ത് ആ ഒരു അതിന്റെ തംബ്നെയിൽ പോലെ കാണിക്കുമല്ലോ, അത് റോളിംഗ് ആണ്, അത് ലൈവാണ്. ഞാൻ ഇവന്മാരെ കൊല്ലും. എന്റെ പോലെ അത് ലൈവാണ്, ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്ന കാര്യം. അല്ല, ഇതിനൊക്കെ ഉള്ള പ്രോസസിങ് എവിടെ നിന്നാ? 35 kmpl ആണ് മാരുതി അടുത്ത ഫ്രോങ്സിലും ഒക്കെ അവർ ഇറക്കാൻ പോകുന്ന 35 kmpl ആണ് അവർ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ Z സീരീസ് എഞ്ചിൻ Z12 ഇപ്പോൾ ഈ വണ്ടിക്കകത്തുള്ള Z12 ഈ എഞ്ചിനൊക്കെ അവർ ആ വണ്ടിയിൽ യൂസ് ചെയ്യാൻ പോകുന്ന എഞ്ചിനാണ്. ഓക്കെ, അതിനകത്ത് ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം കൂടെ കയറ്റും. അതുകൂടെ കയറ്റിയിട്ട് ഈ പ്യുവർ സീരീസ് എത്ര വാട്ട് ഇലക്ട്രിക് മോട്ടോർ അതറിയില്ല, സ്പെക്സ് അറിയില്ല. ആ ബോർഡ് എങ്ങോട്ടാ കണ്ടേ? ആര്യനാട്. നേരെ ആര്യനാടോ? എങ്ങോട്ടോ ആര്യനാട്. സോ ഹെൽപ്ഫുൾ. കാരണം ബോർഡിൽ 4 ഡയറക്ഷൻ, അതിൽ ഒരെണ്ണം ആര്യനാട്. ഏതാണ് ആര്യനാട്? എങ്ങോട്ടോ ആര്യനാട്. എങ്ങോട്ടോന്ന് വെച്ചാൽ അതിനകത്ത് ഡയറക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ ഡയറക്ഷൻ ശ്രദ്ധിച്ചില്ല. അതെ, ഇതിലൊന്നും ഇയാൾ മിണ്ടായിരിക്കുന്നതായിരുന്നു. പിന്നെ 4 സിലിണ്ടർ വെച്ചിട്ട് സീരീസ് ഹൈബ്രിഡ് ചെയ്യേണ്ട കാര്യമില്ലായിരിക്കും. കാരണം പവർ ബാൻഡിലേക്ക് കുറച്ചും കൂടെ ഇത് എന്തിന് തൊട്ടും പണ്ടെന്ന് 4 സിലിണ്ടർ 1.2 K12 എഞ്ചിന് 90 HP എങ്ങാണ്ടായിരുന്നു പവർ എന്ന് തോന്നുന്നു പഴയ സ്വിഫ്റ്റിൽ. ഇതിനത്ര 81-82. അപ്പോൾ പക്ഷെ എന്നാലും ഇത് അത്ര പിന്നെ അൺറെസ്പോൺസീവ് ആയിട്ടും തോന്നില്ല മറ്റേ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴൊന്നും. പവർ ടു വെയിറ്റ് വലുതായിട്ട് വേരി ചെയ്യുന്നില്ല. കാരണം വണ്ടി ലൈറ്റർ ആണ്. ഓക്കെ. 4 സിലിണ്ടർ എഞ്ചിനെക്കാളും കുറച്ചും കൂടെ വെയിറ്റ് പറഞ്ഞ Z12 എഞ്ചിനെ അതിന്റെ ആവശ്യമുള്ള ലോഡ് കൊടുത്ത്, അതായത് ജനറേറ്ററിനെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ആ എഞ്ചിന്റെ ജോലി. അപ്പോൾ എന്നിട്ട് അതിനെ ആ പവർ ബാൻഡിൽ കീപ്പ് ചെയ്യാം. അതായത് അതിന് മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പവർ ബാൻഡിൽ അതിനെ കണ്ടിന്യൂസ്ലി മാരുതി കീപ്പ് ചെയ്യും, സുസുക്കി കീപ്പ് ചെയ്യും. ഓക്കെ. അപ്പോൾ അങ്ങനെ കീപ്പ് ചെയ്യാൻ K12 എഞ്ചിൻ ഈസ് പ്രോബബ്ലി ആൻ ഓവർകിൽ. ചില വണ്ടികളിൽ സിലിണ്ടറിനെ ടേൺ ഓഫ് ചെയ്യും. 4 സിലിണ്ടർ ആണെങ്കിൽ 4 സിലിണ്ടറിലും ഓടൂല. ഫോക്സ് വാഗൺ ആണ് ഇതിന്റെ ഇവരുടെ ഈ ടെക്നോളജി കൂടുതൽ ഉപയോഗിക്കുന്ന വണ്ടി. ആണല്ലേ? ഇവര് 1-2 സിലിണ്ടേഴ്സിന് ചില സമയത്ത് ഓഫ് ചെയ്ത് കളയും. അതിന്റെ ആവശ്യമുള്ളൂ, കാരണം ക്രൂസിംഗ് സ്പീഡ്സിലാണ്, ഫ്യൂൽ ഡെലിവറി ചെയ്യേണ്ട ആവശ്യമില്ല. സിലിണ്ടറിങ് ഓഫ് ചെയ്യുക. മേക്ക് സെൻസ്. ഈ വലിയ കമ്പനികളുടെ പ്രശ്നം അതല്ലേ, വലിയ കമ്പനികള് ഹൈറാർക്കി കാരണം തന്നെ they'll be slow to move. നമ്മള് സാധനങ്ങൾ വലുതാവുന്ന പോലെ തന്നെ കമ്പനികളും വലുതാവുമ്പോ അതിന് ഇനേർഷ്യ എന്ന് പറഞ്ഞൊരു സാധനം വരും. മൂവ് ചെയ്യാനുള്ള സ്പീഡ് കുറയും. അത് എല്ലാ വണ്ടികൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അത് അതാണ് മൾട്ടിപ്പിൾ ലെവൽസ് ബിഫോർ ദേ ക്യാൻ ഡിസൈഡ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും they'll be slow to implement many things. മാരുതിയുടെ മോസ്റ്റ് ഫൺ ഗിയർ തേർഡ് ഗിയർ എന്നാ തോന്നുന്നത്. എല്ലാ വണ്ടികളുടെയും ഫൺ ഗിയർ തേർഡ് ഗിയർ ആണ്, കാരണം ഡയറക്റ്റ് എഞ്ചിൻ ടു വീൽസ് ആണല്ലോ. ഇല്ല, ഗിയർ 1:1 ആവുന്നില്ലല്ലോ. തേർഡ് ഗിയറിൽ 1:1 ആണ് സാധാരണഗതിയിൽ. തേർഡ് ഗിയറിലാണ് 1:1. ഫോർത്ത് അല്ല, തേർഡ് ഗിയറിലാണ് 1:1 സാധാരണഗതിയിൽ. ഫസ്റ്റും സെക്കൻഡും ആണ് ലോഡ് ബെയറിംഗ് അല്ലേ? ഫസ്റ്റും സെക്കൻഡും ലോഡ്, മറ്റേതിൽ ഓവർ ഡ്രൈവ്. ഫോർത്തും ഫിഫ്ത്തും ഓവർ ഡ്രൈവ്. ഒരിക്കൽ ഞങ്ങളൊരിക്കൽ ഇതിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞങ്ങള് ഈ റൂട്ട് എവിടെ പോവായിരുന്നു, ഇതുപോലൊരു വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടിരുന്നു പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ഞങ്ങളുടെ കൂടെ വന്ന ഒരു 2 പയ്യന്മാര് ആ വണ്ടിയിൽ ചെന്ന് ഇടിച്ച് അതിന്റെ മണ്ടയ്ക്ക് പോയി. അയ്യോ, ഒന്നും പറ്റിയില്ല. ഈ വണ്ടി ഫ്രണ്ടൊക്കെ തകർന്ന്, ബൈക്കിന്റെ ഫ്രണ്ടൊക്കെ തകർന്ന്, ബാക്കിയിരുന്ന പയ്യൻ പക്ഷേ ഇതിന്റെ റൂഫിന്റെ മണ്ടയ്ക്ക്. മനുഷ്യന്മാർക്ക് വല്ലതും പറ്റിയ പ്ലാസ്റ്റർ ഇടാം, വണ്ടിക്ക് വല്ലതും പറ്റിയ. അതെ. മൈൽഡ് ഹൈബ്രിഡും സ്ട്രോങ് ഹൈബ്രിഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സ്ട്രോങ് ഹൈബ്രിഡുകൾക്ക് അതിന്റെ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് വണ്ടിയെ മൊത്തത്തിൽ പവർ ചെയ്യാൻ പറ്റും. അതായത് സീരീസ് ഹൈബ്രിഡ് സാധ്യമായിട്ടുള്ള വണ്ടികളെയാണ് ഈ പൊതുവെ സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഇലക്ട്രിക് മോട്ടോർ ഇസ് സോ പവർഫുൾ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് പവർഫുൾ ഇനഫ് ടു ഡ്രൈവ് ദ വെഹിക്കിൾ ബൈ ഇറ്റ്സ് ഓൺ. വേറാസ് ഇൻ എ മൈൽഡ് ഹൈബ്രിഡ് ദി ഇലക്ട്രിക് മോട്ടോർ ജസ്റ്റ് അസിസ്റ്റ്. എപ്പോഴും എഞ്ചിൻ വേണം ആ വണ്ടിക്ക്, എഞ്ചിൻ ഓഫ് ആവത്തില്ല ഒരിക്കലും. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ അതിന്റെ ഓഫ് ആവത്തില്ല. വേറെ ചില സ്ട്രോങ് ഹൈബ്രിഡ് ആ വണ്ടിയുടെ സാധാരണ റണ്ണിങ്ങിന്, ക്രൂയിസിന് ഒക്കെ ഈ ഇലക്ട്രിക് മോട്ടോർ മാത്രം ടേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് മോട്ടോർ മാത്രമായിട്ട് ഓടിക്കാൻ പറ്റും. ആൻഡ് ഈ മൈൽഡ് ഹൈബ്രിഡ്സിൽ ഇപ്പൊ എന്റെ വണ്ടി മൈൽഡ് ഹൈബ്രിഡ് ആണ്. അപ്പൊ അതിനകത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഈ മൈൽഡ് ഹൈബ്രിഡ് ഇപ്പൊ ഞാൻ ചില ബ്രസ ത്രോട്ടലിൽ നിന്ന് കാലെടുക്കുമ്പോ ഇത് റീജൻ തുടങ്ങും. കാരണം ഈ റീജൻ ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്ലോ അങ്ങ് പോവാണ്. ഈ മൊമെന്റം യൂസ് ചെയ്ത് ഞാൻ ഈ ഇവിടം തൊട്ട് ആ ഡിസ്റ്റൻസ് വരെ എത്താമെന്ന് എനിക്ക് മറ്റു വണ്ടികൾ ഓടിച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് റീജൻ കിക്ക് ഇൻ ചെയ്യുമ്പോ ഓക്കെ അത് പോയി. എന്നിട്ട് എനിക്ക് ഇത് അസിസ്റ്റ് തരുമായിരിക്കും, പക്ഷെ അത്ര യൂസ്ഡ് അല്ല. അസിസ്റ്റ് അങ്ങനെ അറിയില്ല, പക്ഷെ റീജൻ നന്നായിട്ട് അറിയുന്നുണ്ട്. ഗ്രാൻഡ് വിറ്റാറയുടെ ബേസ് മോഡൽസ്, അതായത് സ്ട്രോങ് ഹൈബ്രിഡ് വരാത്ത മോഡൽസ് ഒരു 17 ലക്ഷം രൂപ ആ ഒരു റേഞ്ചിന് നമുക്ക് വണ്ടി
ഓൺ റോഡ് കിട്ടും. അതെ അതെ. ഗോപിയുടെ വണ്ടി ഓൾമോസ്റ്റ് 25 ആയി അല്ലേ? 25. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രൈസ് ഡിഫറൻസിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്? അതായത് അഡീഷണലി കൊടുത്ത 8 ലക്ഷം രൂപ ഈ സ്ട്രോങ് ഹൈബ്രിഡിന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടോ? അതായത് ആ ഒരു നമുക്ക് ആ പൈസ 8 ലക്ഷം രൂപ തിരിച്ച് കിട്ടുന്നുണ്ടോ? സാധാരണ ഓട്ടം ഒരു ശരാശരി മനുഷ്യന്റെ ഓട്ടം വെച്ചിട്ട് ഒരിക്കലും കിട്ടത്തില്ല. അതായത് ഇപ്പം 7 ഇയേഴ്സിൽ നമ്മൾ റീപേ ചെയ്യണം ഈ 8 ലാക്സ് നമ്മൾ 7 ഇയേഴ്സ് കൊണ്ട് റീപേ ചെയ്യണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഏകദേശം നമ്മളിപ്പം എഫ് ഡിയുടെ റേറ്റ് ഒരു 7 വെക്ക്. 7 വെച്ചിട്ട്, കാരണം ഈ നമുക്ക് ഈ നമ്മൾ ഈ അഡീഷണൽ മുടക്കിയ 8 ലക്ഷം രൂപ നമ്മൾ കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതും കൂടെ ഫിഗർ ചെയ്താലേ നമുക്ക് ശരിക്കുള്ള ഒരു റണ്ണിങ് കോസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് കുറച്ച് മോർ റിയലിസ്റ്റിക്. നമ്മൾ അവിടെ കിട്ടുമായിരുന്ന പൈസയാണല്ലോ കൊണ്ടുപോയിട്ടിരിക്കുന്നത്, അപ്പൊ അതും കൂടെ നമ്മൾ ഫാക്ടറിങ് ചെയ്യണം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇപ്പം 8 ലക്ഷം രൂപ തിരിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഓരോ മാസവും നമ്മൾ ശരിക്കും അഡീഷണലി സ്പെൻഡ് ചെയ്തേണ്ടി വരുന്നത് ഒരു ഏകദേശം 10,000-ഓളം രൂപയാണ്. 10,000-ഓളം രൂപ. 8,000-10,000 രൂപ അടുപ്പിച്ച് നമ്മൾ അഡീഷണലി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാൽ 8,000-10,000 രൂപ മൈലേജിൽ, അതായത് ഓരോ മാസവും അടിക്കുന്ന പെട്രോളിൽ 8,000-10,000 രൂപ വ്യത്യാസം വരണമെങ്കിൽ നമുക്ക് ഓരോ മാസവും ഏകദേശം ഒരു 4,000-5,000 കിലോമീറ്ററിന്റെ ഓട്ടം വേണം. അത് പ്രോബബ്ലി ടാക്സികൾക്ക് ഒപ്പിക്കാൻ പറ്റിയേക്കും, പക്ഷെ ഒരു ഫാമിലി കാർ അല്ലെങ്കിൽ ഒരു ഓണർ ഡ്രിവൺ കാറിന് അത് ഒപ്പിക്കാൻ പാടാണ്. അതുകൊണ്ട് യു വിൽ നെവർ റീകൂപ്പ് ദ കോസ്റ്റ്. യു വിൽ നെവർ. Maruti has been working with their cars, like they are known for giving good service, and currently with the hybrids, it's a new thing for them. And they are using Toyota's technology with the strong hybrids. So how serviceable is it? So do you think Maruti's people are trained enough to handle this? Serviceability, you have to design the vehicle for serviceability when you design when it is on paper. Okay, so you mean മോഡുലാരിറ്റി അല്ലെങ്കിൽ ഈസിലി സർവീസബിൾ. അതായത് ഒരു എയർ ഫിൽറ്റർ ഇളക്കി ക്ലീൻ ചെയ്യാൻ വേണ്ടി എഞ്ചിൻ പൊളിക്കാൻ പാടില്ല. Should be designed by engineers by taking input from mechanics who work on the vehicle. അത് ജാപ്പനീസ് കാറുകൾ ഇപ്പം പ്രത്യേകിച്ചും ഹോണ്ട പിന്നെ ടൊയോട്ട, they all take inputs from mechanics and they take them into consideration while designing. അപ്പം മാത്രമല്ല, പ്രത്യേകിച്ചും ഈ ഹോണ്ടയൊക്കെ കമ്മിങ് ഫ്രം എ റേസിംഗ് ബാക്ക്ഗ്രൗണ്ട്, ദേ ഹാവ് ടു ബി സർവീസബിൾ. പിറ്റിന്റെ സൈഡിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും പണിയാണെങ്കിൽ അപ്പം പെട്ടെന്ന് ഊരി കളഞ്ഞിട്ട് അടുത്ത സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം സർവീസബിലിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടർ. ഈവൻ ഫോർ ഈ പറയുന്ന കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂൽ എക്കണോമീസ്, യു ഹാവ് ടു മേക്ക് ദ വെഹിക്കിൾ സർവീസബിൾ. Serviceable means you have to make the components in such a manner that it takes the least time and effort for a mechanic to fix the problem, so that your എന്താണ് ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ മെയിൻറ്റെയിൻ. അതായത് വണ്ടി ആ ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സോടുകൂടി തന്നെ മാക്സിമം സമയം റൺ ചെയ്താൽ ഈ പറയുന്ന എഫിഷ്യൻസീസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പം ഏതെങ്കിലും ഒരു സാധനത്തിന് ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തിരിച്ച് സർവീസബിൾ ആക്കി അതിനെ തിരിച്ച് അതിന്റെ ഗുഡ് കണ്ടീഷനിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനം മാത്രമേ ഒരുപാട് കാലത്തോളം നല്ല ഫ്യൂൽ എക്കണോമി റിട്ടേൺ ചെയ്യുള്ളൂ. അപ്പൊ അതൊരു വലിയ ഫാക്ടറാണ്. സർവീസബിലിറ്റി ഒരു വലിയ ഫാക്ടറാണ് ഇൻ ഫ്യൂൽ എക്കണോമി. അപ്പം നേരത്തെ ചോദിച്ച പോലെ മാരുതിയുടെ സർവീസ് സെന്റേഴ്സിന് ഇതിന് കേറ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനുള്ള ആൻസർ വിൽ ബി if the system is designed in such a manner that there are manuals available with clear pictures, with clear instructions, then you don't have to depend on the skill of the operator to deliver the service. From day one you can make people effective in service. ഇന്ന് വരുന്ന ഒരാൾക്ക് പോലും ക്ലിയർ ആയിട്ട് ഇന്ന സ്റ്റെപ്പ് ചെയ്താൽ ഈ ഹൈബ്രിഡിന്റെ ഇലക്ട്രിക് മോട്ടോർ ഇളക്കി അതിന് എന്താണ് ലെറ്റ്സ് സേ സം ഓഫ് ദി റീജൻ സാധനം വർക്ക് ചെയ്യുന്നില്ല. യു ഹാവ് എ ചെക്ക് ലിസ്റ്റ്. You have a clear checklist showing where to check, how to check, and what to do. അതുണ്ടെങ്കിൽ it is becoming instantly serviceable. Exactly. You're taking the skill out of the operator. Manual should be taken seriously. It should be taken seriously. And so it all boils down that you don't need to be an expert. You just need to know how to read. I mean, you don't have to read. With clear pictures. Pictures speaks 1,000 words. എങ്ങനെ ഇളക്കണം,
എങ്ങനെ തിരിച്ചു വെക്കണം, എന്താദ്യം ചെയ്യണം, അതെ. ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു മാനുവലിൽ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ, ആൻഡ് ഇഫ് യു മേക്ക് ദി മാനുവൽ അവൈലബിൾ എവറിവെയർ. ഈ പലപ്പോഴും പല സർവീസ് സെന്റേഴ്സും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്, ദേ ഡോണ്ട് ഗിവ് ദി സർവീസ് മാനുവൽ ഔട്ട്സൈഡ്. ഈ സർവീസ് മാനുവൽ ഔട്ട്സൈഡ് കൊടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്, ഈ സാധനം കാലാകാലങ്ങളോളം ഒന്നാമത്തെ കാര്യം ഈ ഡീലർഷിപ്പിൽ പോയാൽ ഈ ക്ലാഡിങ് റെഡി ആവൂല, അവനെ ഒരു മാസം കിടത്തിയേക്കും. അതിനെക്കാളും സർവീസ് മാനുവലും കൂടെ ഓണർക്ക് കൊടുത്തു വിട്ടാൽ ശരിയാണ്, ഈ പറയുന്ന വല്ലവരൊക്കെ ടിങ്കർ ചെയ്യുമായിരിക്കും, പക്ഷെ ദേ ആർ ഡൂയിങ് അറ്റ് ദർ ഓൺ റിസ്ക്. അങ്ങനെ ചെയ്താൽ അതിന്റെ ഓണേഴ്സ് എന്തായാലും കമ്പനിയുടെ പുറത്ത് വരത്തില്ല. മാത്രമല്ല ഈ സർവീസ് മാനുവൽ പുറത്ത് കൊടുത്തെങ്കിൽ ഈ ക്ലാഡിങ്ങിനൊന്നും ഇവൻ ഈ സർവീസ് സെന്ററിൽ കൊണ്ട് കയറ്റൂല. നമ്മൾ തന്നെ വീട്ടിൽ ഇട്ട് നമ്മൾ തന്നെ ആ ക്ലാഡിങ് മാറ്റി പുതിയ ക്ലാഡിങ് വെച്ചിട്ട് നമ്മൾ ആ പണി നോക്കി പോകും. ആൻഡ് വി വിൽ ഹാവ് ഗുഡ് we'll have a good impression about the company. We won't have what is the disadvantage of having a manual at your home? ഇതിന്റെ ഇപ്പൊ നമ്മുടെ ഈ വണ്ടിയുടെ സ്വിഫ്റ്റിന്റെ അല്ലെങ്കിൽ ബ്രസയുടെ ഒരു സർവീസ് മാനുവൽ നമ്മുടെ കയ്യിൽ നിന്നു എന്ത് സംഭവിക്കാനാണ്, ആ കമ്പനിക്ക് എന്ത് നഷ്ടം?